വിദ്യാരംഗം കലാസാഹിത്യവേദി കോഴിക്കോട് റൂറൽ ഉപജില്ലാ സാഹിത്യ ശില്പശാല സംഘടിപ്പിച്ചു. സർഗോത്സവം എന്ന് പേരിട്ട പരിപാടി പന്തീരങ്കാവ് AUP സ്കൂളിലാണ് സംഘടിപ്പിച്ചത്. മഞ്ഞിൽ കുളിക്കാം, മന്ദാര പൂവിലെ തേൻ കുടിക്കാം, മന്ദാര പൂവിലെ തേൻ കുടിക്കാം. ലാ 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 ലാ. റൂറൽ ഉപജില്ലയിലെ UP ഹൈസ്കൂൾ വിഭാഗം കുട്ടികളുടെ സാഹിത്യ ശില്പശാലയാണ് പന്തീരങ്കാവിൽ സംഘടിപ്പിച്ചത്. കഥാരചന, നാടൻപാട്ട്, അഭിനയം, ചിത്രരചന, കാവ്യാലാപനം, പുസ്തകാസ്വാദനം തുടങ്ങി 7 ഇനങ്ങളിലായിരുന്നു ശില്പശാല. സ്കൂളിലെ അധ്യയനം മുടക്കാതെ തന്നെ സ്കൂളിൻ്റെ 2 നില കെട്ടിടത്തിലാണ് സർഗോത്സവത്തിന് സൗകര്യം ഒരുക്കിയത്. ശില്പശാല കോർഡിനേറ്റർ സഹീർ ഒളവണ്ണ, ആതിര മുരളീധരൻ, സ്കൂൾ ഹെഡ്മിസ്ട്രസ് PC ബീന തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാരംഗം റൂറൽ ഉപജില്ലയുടെ സർഗോത്സവമാണ് ഇന്ന് പന്തീരങ്കാവ് UP സ്കൂളിൽ വേദിയൊരുക്കിയത്. നമ്മുടെ ഉപജില്ലയിലെ ഹൈസ്കൂൾ UP വിഭാഗങ്ങളിൽ നിന്നുള്ള 300ഓളം കുട്ടികളാണ് ഈ ഒരു പരിപാടിയിൽ ഇന്ന് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. 7 വിഭാഗങ്ങളിലായിട്ട് സാഹിത്യ ശില്പശാലകളാണ് നടക്കുന്നത്. മറ്റിതര മത്സരം എന്നതിനേക്കാൾ ഉപരി ശില്പശാലകളാണ്. ഒരു ശില്പം രൂപപ്പെടുന്ന രീതിയിൽ കുട്ടികളിലെ സാഹിത്യ അഭിരുചികളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന ഓരോ ഇനങ്ങളിലും ഇപ്പം പുസ്തകാസ്വാദനം, അഭിനയം, അതുപോലെ കവിതാരചന, കഥാരചന തുടങ്ങിയുള്ള 7 ഇനങ്ങളിലായിക്കൊണ്ട് അവരുടെ അഭിരുചികളെ കണ്ടെത്തുകയും അവർക്കുള്ള വഴി തുറന്നു നൽകുകയും ചെയ്യുന്ന, അടിസ്ഥാന വിവരങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന, അതോടൊപ്പം തന്നെ അവരെ ഒരു കലാസ്നേഹികളാക്കി മാറ്റുകയും കലാഹൃദയമുള്ളവരാക്കി മാറ്റുകയും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു പ്രേരണ കൂടി ഉണ്ടാകുന്ന രീതിയിൽ വിദ്യാരംഗം ഇടപെടുകയാണ്. വിദ്യാരംഗം മറ്റ് കലോത്സവങ്ങളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് മത്സരങ്ങൾക്ക് അല്ല പ്രാധാന്യം കൊടുക്കുന്നത്, എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് ഇവിടെ ഇന്ന് വരുന്ന മുഴുവൻ കുട്ടികളെയും നമ്മൾ ഒരുപോലെ കാണുകയാണ്. അവർ കൊടുക്കുന്ന സമ്മാനങ്ങൾ എല്ലാവർക്കും ഒരുപോലെയുള്ളതാണ്. വിദ്യാരംഗം ഇതിന്റെ തുടർ പ്രവർത്തനം എന്നുള്ള നിലയിൽ ഈ വർഷം ഒരു തനത് പ്രവർത്തനം എന്നുള്ള നിലയിൽ മുഴുവൻ കുട്ടികൾക്കും മുഴുവൻ കുട്ടികളുടെ കൈകളിലും അവർ നിർമ്മിച്ച ഒരു പതിപ്പ്, അവരുടെ സൃഷ്ടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പതിപ്പ് തയ്യാറാക്കുന്ന വിപുലമായൊരു സംവിധാനത്തിന് വിദ്യാരംഗം ഈ സബ് ജില്ലയിൽ വേദിയൊരുക്കുന്നുണ്ട് എന്നുള്ളത് കൂടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ മോട്ടോ എന്ന് പറയുന്നത് നല്ല മനുഷ്യരാകാൻ കുട്ടികളെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് മാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടികൾക്കിടയിൽ ഇത്തരത്തിൽ നടത്തുന്ന ഒരു പരിപാടികളും മത്സര സ്വഭാവമുള്ളതല്ല. മത്സര സ്വഭാവത്തിന് പുറമെ കുട്ടികൾക്ക് ഓരോ പരിപാടികളിലും ഏറ്റവും സന്തോഷത്തോടു കൂടിയും ആയാസരഹിതമായിട്ടും പങ്കെടുക്കാൻ സാധിക്കുകയും ഏറ്റവും നല്ല രീതിയിൽ അതിൽ പങ്കെടുത്തുകൊണ്ട് അവർക്ക് മുന്നിലുള്ള പുതിയ കാലത്തിന്റെ പുതിയ കാഴ്ചകളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയും ചെയ്യുന്നുള്ളതാണ്. കുട്ടികൾ ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് എല്ലാ വർഷവും വിദ്യാരംഗത്തിന്റെ സർഗോത്സവം പരിപാടികളിൽ പങ്കെടുക്കുന്നതും അതുപോലെ തന്നെ വിദ്യാരംഗം ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാ പരിപാടികളിലും കുട്ടികൾ മത്സരത്തിന്റെ ഭീതിയോ മത്സരത്തിന്റെ ടെൻഷനുകളോ ഒന്നും ഇല്ലാതെയാണ് പങ്കെടുക്കാറുള്ളത്. വിദ്യാരംഗം സർഗോത്സവം ആണ് ഞങ്ങളുടെ സ്കൂളിൽ വെച്ച് നടന്നത്. അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ശില്പശാലയിൽ പങ്കെടുത്തവർക്ക് കോഴിക്കോട് AEO സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. അയ്യോ പോയി കൂടി കളിപ്പാനം നീ മയ്യേ